കാരണം ഭീമൻ ഇതിനകത്ത് ഭീമന്റെ ചിന്തയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, നകുലനും സഹദേവനും മനസ്സിലാക്കിയെടുത്തോളം ഭീമൻ നിസ്വാർത്ഥനാണ്, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നന്മ മാത്രം ചിന്തിക്കുന്ന ആളാണ്, അച്ഛനോട് വളരെയധികം സ്നേഹമുള്ള ഒരാളാണ്. ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിൽ ചിലപ്പോൾ സ്വാർത്ഥത ഉണ്ടായിരിക്കാം, ഇദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ ആ സ്വാർത്ഥതയൊന്നുമില്ല, അല്ലേ? അങ്ങനെയുള്ള ഒരു മാതൃക ഭീമനാണ്. ഇങ്ങനത്തെ ഭീമന്മാരുണ്ടാവുമോ ലോകത്ത്? ഉണ്ടാവും. അച്ഛൻ ഭദ്രമായിരിക്കണം. അതെ, അച്ഛന് നന്നായിരിക്കണം, അച്ഛൻ്റെ മുതലുകളും എല്ലാം ഭദ്രം. അതെ. ഈ ഭീമനെ കാണാൻ വേണ്ടി 7-ാം തീയതി രാവിലെ ഞാൻ പോവാണ്. എന്നിട്ട് ഈ ഭീമന്റെ ഗതയുണ്ടോ, നാവാണോ, നോട്ടമാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. ഉറപ്പായിട്ടും പറയണം. എനിക്ക് ഭീമനെ കുറിച്ച് കുറെ സംസാരിക്കാനുണ്ട്. കേട്ടോ, ഈ ചിത്രം റിലീസായതിനു ശേഷം ഒരു പ്രത്യേക ഇന്റർവ്യൂ വെച്ചോളൂ. ഈ ഭീമനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അല്ലേ? നേരത്തെ ഞാൻ ജഗദീഷ് ചേട്ടനെ കുറിച്ച് ഇന്ദ്രൻ ചേട്ടനോട് ചോദിച്ചില്ല. അപ്പോൾ കുറേ സിനിമയുടെ ആദ്യ സിനിമയും കാര്യങ്ങൾ പറഞ്ഞു. ജഗദീഷ് ചേട്ടനൊരു അനുഭവം ഉണ്ടല്ലോ, ഇന്ദ്രൻ ചേട്ടനുള്ള അനുഭവം എന്നും ഓർത്ത് വയ്ക്കുന്ന ഒരു അനുഭവം എന്തായിരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോയിൽ എപ്പോഴും ഓർത്ത് വയ്ക്കുന്ന ഒരു അനുഭവം? അല്ല, ഇന്ദ്രൻസിൻ്റെ വളർച്ച തന്നെയാണ് എൻ്റെ മനസ്സിൽ എന്നും ഉള്ളത്. കാരണം ഈ കോസ്റ്റ്യൂമറായിട്ട് ജോലി ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വേഷങ്ങളിൽ ഇന്ദ്രൻസിന് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ തിരക്കിൻ്റെ ഇടയിലും വന്ന് അഭിനയിച്ച് അതിൽ വേഷങ്ങൾ ക്ലിക്കായി ഇങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു വരുന്നത് എൻ്റെ കൺമുന്നിലൂടെ ഇങ്ങനെ ഇന്ദ്രൻസ് എന്ന നടൻ വളരുന്നത് കണ്ടത് എനിക്ക് രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അഭിനയത്തെ കൂടുതലായിട്ട് ആദ്യത്തെ ഫിഗർ വെച്ച് ഇന്ന് അത്ര എന്താ പറയുക, പിന്നെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് തോന്നുന്ന രീതിയിൽ ഇന്ദ്രൻസിൻ്റെ രൂപം വരെ കളിയാക്കിക്കൊണ്ട് കഥാപാത്രങ്ങളുണ്ടായിരുന്നു. കൊടക്കമ്പി എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് മാറി ഇന്ദ്രൻസ് സ്വഭാവ നടനായിട്ട് മാറി അവാർഡുകൾ വരെ വാരിക്കൂട്ടി. അപ്പോൾ ഇന്ദ്രൻസിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് അതിന് ഭാഗ്യം എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇന്ദ്രൻസിൻ്റെ പ്രയത്നമുണ്ട് അതിൻ്റെ പിന്നിൽ. നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ മോശപ്പെട്ട കഥാപാത്രങ്ങൾ തിരസ്കരിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് ഇന്ദ്രൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആരുടെയും മനസ്സ് നോയിക്കണ്ടെന്ന് വിചാരിച്ച് മോശപ്പെട്ട കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻസ് ചെയ്യുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കും. അത് ഞാൻ രഹസ്യം ഞാൻ പുള്ളിയിൽ പറയാം, ഇപ്പം പറയാണ്. ഇന്ദ്രൻസ് ഫോൺ എടുത്തിട്ട് അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയില്ല. അതാണ് ഇന്ദ്രൻസിൻ്റെ നല്ല മനസ്സ്. ഇന്ദ്രൻസ് അയാൾ വിളിക്കുന്ന മനസ്സിലാക്കിയാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും. അയാൾ വേറെ ആരെങ്കിലും ആ റോൾ ഏൽപ്പിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്കെപ്പോൾ തുടങ്ങാം അങ്ങോട്ട് വിളിച്ചു. ഇതാണ് ഇന്ദ്രൻസിന്റെ ബുദ്ധി. നമുക്കെപ്പോൾ തുടങ്ങാതെ അങ്ങോട്ട് വിളിച്ചു. അയ്യോ ഇന്ദ്രൻസ് പറയാതെ ഞാൻ അഡ്വാൻസ് വേറെ ആൾക്കോ, അയ്യോ അതെന്ത്, ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ കിട്ടിയിട്ടില്ല, അയ്യോ അതെന്ത് പറ്റി, എനിക്ക് സാരമില്ല കേട്ടോ, നമുക്ക് അടുത്തതിൽ സഹകരിക്കും. അപ്പൊ അയാളെ പിണക്കിയില്ല, ഈ റോള് വേറെ ആരെങ്കിലും ചെയ്യില്ലാത്തൊരു ബുദ്ധി കേട്ടോ, ഭയങ്കര ബുദ്ധിയാ, ഭയങ്കര. അപ്പൊ ഇതുകൊണ്ട് ഫോൺ ചെയ്ത് ഇന്ദ്രൻസ് എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് എന്ന് കണ്ടാൽ മനസ്സിലായിക്കൊള്ളണം ഈ ഏതൊരു സിനിമ ഹൈദരാലിയുടെ ഇന്റർവ്യൂ താല്പര്യം ഇല്ല എന്ന് മനസ്സിലായിക്കൊള്ളണം. എടുക്കുകയാണെങ്കിൽ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായിക്കൊള്ളണം. ഇത് ഭയങ്കര നമ്പരാണ് ഇന്ദ്രൻസ്. ഇന്ദ്രൻസിന്റെ എന്റെ ഫോൺ എടുക്കാതെ ഇതുവരെ ഇരുന്നിട്ടില്ല. അപ്പൊ ഇന്ദ്രൻസ് ഇന്റർവ്യൂ ചിലർക്ക് എടുക്കാതെ തിരിച്ചു വിളിച്ചിട്ടോ. അത് തിരിച്ചു വിളിച്ചിട്ട് വേറെ ആളെ ഇന്റർവ്യൂ സെറ്റ് ആയെന്ന് അറിഞ്ഞിട്ട് വിളിക്കണം. അതിന് കാലതാമസം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.